ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു വൈകലാണ്. ഞാൻ നിങ്ങളുടെ സ്വന്തം ഫസൽ സാർ. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് SLC എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യുന്ന മക്കൾക്ക് A+ൽ കുറച്ച് കോൺഫിഡൻസ് കൂട്ടിത്തരാൻ വേണ്ടിയിട്ടാണ്. നമ്മളെല്ലാവരും പഠിക്കുന്നത് A+ന് വേണ്ടിയിട്ടാണെന്ന് അറിയാം. നമ്മളെന്ന് വെച്ചാൽ നിങ്ങളെല്ലാവരും കേട്ടോ, ഞങ്ങൾ പഠിപ്പിക്കുന്നത് നിങ്ങൾക്ക് A+ മേടിപ്പിച്ചു തരാം, അല്ലെങ്കിൽ മേടിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഈ A+ എങ്ങനെ കിട്ടുക, എത്ര മാർക്ക് വേണം A+ നേടാൻ വേണ്ടിയിട്ട്? അപ്പോൾ അതിൽ ചെറിയൊരു സംശയം ഉണ്ടായിരിക്കും. സാധാരണ നമുക്ക് പറയുന്നൊരു കാര്യമുണ്ട്, നമുക്ക് രണ്ട് രീതിയിലുള്ള പേപ്പറുകളുണ്ട്. അതായത് 40 മാർക്കിനുള്ള പരീക്ഷകളുണ്ട്, 80 മാർക്കിൻ്റെ പരീക്ഷയുണ്ട്. ഓക്കെ, പൊതുവേ ഉള്ളൊരു വെപ്പെന്ന് വെച്ചാൽ 40-ൽ 36 മാർക്ക് കിട്ടിയാൽ A+ ആണ്, 80-ൽ 72 മാർക്ക് കിട്ടിയാൽ A+ ആണ്. അതായത് ഇതിൻ്റെ 90% കിട്ടിയാൽ A+. ഇതാണ് പറയാറുള്ളത്. ITയെ കുറിച്ച് ഞാൻ പറയുന്നില്ല, IT എക്സാം ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി 9 എണ്ണം ഉണ്ട്. ഓക്കെ, ഈ 9 എണ്ണം ഒന്നുകിൽ 40 മാർക്കിന് അല്ലെങ്കിൽ 80 മാർക്ക്. 80 മാർക്കിന് വരുന്നത് ഏതൊക്കെയാണ്? SS ഉണ്ട്, മാത്സ് ഉണ്ട്, സോഷ്യൽ സയൻസ് ഉണ്ട്, പിന്നെ നമ്മുടെ ഇംഗ്ലീഷ് ഉണ്ട്. ബാക്കിയുള്ളതെല്ലാം 40 മാർക്കിനാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ 36 മാർക്ക് ഫൈനൽ എക്സാമിന് കിട്ടിയാലേ നമുക്ക് A+ ഉണ്ടാവുള്ളൂ. 72 മാർക്ക് ഫൈനൽ എക്സാമിന് കിട്ടിയാലേ നമുക്ക് A+ ഉണ്ടാവുള്ളൂ? അല്ല, അതിന് ചെറിയൊരു റിലാക്സേഷൻ ഉണ്ട്. എങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ശ്രദ്ധിക്കണം കേട്ടോ. നമുക്കറിയാം 40 മാർക്കിൻ്റെ പേപ്പറിൽ 10 മാർക്ക് എന്താണ്? C മാർക്കാണ്, സ്കൂളിൽ നിന്ന് കിട്ടുന്ന. അപ്പോൾ 50 മാർക്കിലാണ് പരീക്ഷ. ഓക്കെ, അതേപോലെ 80 മാർക്കിൻ്റെ പരീക്ഷകളിൽ ഒരു 20 മാർക്കും C മാർക്കുണ്ട്. 100-ലാണ് എക്സാം, 100-ൽ. ഓക്കെ, 100-ലാണ് എക്സാം. അപ്പോൾ നോക്കേണ്ട കാര്യം, 50 മാർക്കിൻ്റെ പരീക്ഷയിൽ 45 മാർക്ക് കിട്ടിയാൽ എന്താണ്? A+ ആണ്. 100-ലുള്ള പരീക്ഷയിൽ 100 മാർക്കിലാണ് ടോട്ടൽ വരുമ്പോൾ 90 മാർക്ക് കിട്ടിയാൽ A+ ആണ്, 90. ഓക്കെ, അങ്ങനെയാവുമ്പോൾ 40-ൽ നമുക്ക് 35 കിട്ടിയെന്ന് വെക്കാം. 10 മാർക്ക് നിങ്ങൾക്ക് C മാർക്കും കിട്ടി. C മാർക്ക് കുറയ്ക്കുന്ന ടീച്ചേഴ്സ് പറയും. പക്ഷേ നിങ്ങളുടെ സ്കൂളിലെ ടീച്ചേഴ്സ് എല്ലാവരും തന്നെ നിങ്ങളറിയാതെ നിങ്ങളെ വളരെയധികം സ്നേഹിക്കുന്നവരാണ്. അതുകൊണ്ട് ഒരിക്കലും C മാർക്ക് കുറയ്ക്കാൻ അവർക്ക് ചാൻസ് ഇല്ല. എല്ലാവരും കുറയ്ക്കൂല. നിങ്ങളോട് അത്ര ഇഷ്ടമുണ്ട് അവർക്ക്, അവരത് പ്രകടിപ്പിക്കൂല എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, എന്നെ പോലത്തെ ദുഷ്ടന്മാരൊന്നും നിങ്ങളുടെ സ്കൂളിലെ ടീച്ചേഴ്സ് അല്ല. ഓക്കെ, അതുകൊണ്ട് അവരൊന്നും മാർക്ക് കുറയ്ക്കൂല മക്കളെ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 35 + 10 45 മാർക്ക് നമുക്ക് A+ ആയി. അപ്പം മിനിമം ഒരു 35 മാർക്ക് കിട്ടിയാൽ C മാർക്ക് ഫുൾ ഉണ്ടെങ്കിൽ നമുക്ക് A+ ഉണ്ടാകും. അപ്പോൾ സാറേ 34 കിട്ടിയാലോ? ഇപ്പം ചില ആൾക്കാർക്ക് സംശയമാണ്, 34 കിട്ടിക്കഴിഞ്ഞാൽ അത് 35 ആക്കുമെന്ന്. അത് പേപ്പർ നോക്കുന്ന ആളെ മൂഡ് പോലെ ഇരിക്കും കേട്ടോ. ഓക്കെ, അത് ഞാൻ പറയും 35 ആക്കുമായിരിക്കും, അങ്ങനെ പറയാം. അതിനുവേണ്ടി കണക്കാക്കണ്ട, മാർക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എനിവേ 35 മാർക്ക് മിനിമം നിങ്ങൾക്ക് മേടിക്കണം, എന്നാലേ A+ കിട്ടുള്ളൂ 40 മാർക്കിൻ്റെ പരീക്ഷയിൽ. നേരെ മറിച്ച് നമ്മുടെ 80 മാർക്കിൻ്റെ എക്സാമിൽ 90 മാർക്ക് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ 20 മാർക്ക് C കിട്ടിയാൽ 70 + 20 70 മാർക്ക് മതി. മാത്സിലും സോഷ്യൽ സയൻസിലും അതുപോലെ ഇംഗ്ലീഷിലും 70 മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായി? A+ ആയി. ഇനി A+നെ ആലോചിച്ച് കുറച്ച് ടെൻഷൻ കുറയ്ക്കുക. 70 മതി, 20 മാർക്ക് നമുക്ക് വേണം. അപ്പോൾ സാർ എനിക്ക് 19 മാർക്കേ C ഉള്ളൂ. എത്ര മാർക്കേ ഉള്ളൂ? 19 മാർക്കേ കിട്ടിയുള്ളൂ C മാർക്ക്. അങ്ങനെയാകുമ്പോൾ 71 മതി. 71 + 19 90 കിട്ടി, 90 മാർക്ക്. അപ്പം ഞാൻ പറഞ്ഞു തന്നെ ഇത്രയേ ഉള്ളൂ. 40 മാർക്കിൻ്റെ C മാർക്ക്, നമ്മുടെ CE മാർക്ക്. ഓക്കെ, ഈ C മാർക്ക് കിട്ടും. അത് ഫുള്ളായിട്ട് കിട്ടുകയാണെങ്കിൽ, മുഴുവൻ മാർക്കും കിട്ടുന്നുണ്ടെങ്കിൽ 40-ൽ നമുക്ക് 35 മാർക്ക് മതി. എത്ര മതി? 40-ൽ 35 മാർക്ക് മതി. 35 മതി. എത്രയില്ല? 40-ൽ കേട്ടോ. അതേപോലെ C ഫുള്ള് കിട്ടുകയാണ് 80-ലെ പരീക്ഷയിൽ എത്ര മതി? നമുക്ക് 70 മതി. അപ്പോൾ ഇതൊന്ന് ആലോചിച്ച് വെക്കാം. അപ്പോൾ നമുക്കിനി 72-ൻ്റെയും 36-ൻ്റെയും കണക്ക് നമുക്കിവിടെ വെട്ടാം. ഇനി അത് വേണ്ട, ഇനി 35-ൻ്റെയും 70-ൻ്റെയും കളികൾ മതി. എന്നാലും നമ്മൾ ടാർഗറ്റ് ചെയ്യേണ്ടത് എന്താണ്? ഏകൻ്റെ പിള്ളേർ ടാർഗറ്റ് ചെയ്യേണ്ടത്, ഞങ്ങളെല്ലാവരും ടീച്ചേഴ്സ്, എല്ലാ ടീച്ചേഴ്സും ടാർഗറ്റ് ചെയ്യുന്നത് 40-ൽ 40 മേടിച്ചു തരാനും 80-ൽ 80 മേടിച്ചു തരാനും വേണ്ടിയിട്ടാണ് ഞങ്ങളെല്ലാവരും നോക്കുന്നത്. നമ്മുടെ ലക്ഷ്യം ഇതാണ്. മിനിമം എത്രയാണ്? 35-ഉം അതുപോലെ 70. ഓക്കെ, പക്ഷേ നമ്മൾ ഒരു തരത്തിൽ വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല. ഫുൾ ഔട്ട് ഓഫ് ഫുൾ മൊത്തം നമ്മൾ മേടിച്ചിരിക്കും, അതിലൊരു സംശയം വേണ്ട. അപ്പോൾ ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് ആയുള്ള വീഡിയോസിന് വേണ്ടിയിട്ടും ഇനിയും നിങ്ങൾക്കുള്ള സപ്പോർട്ടുമായിട്ടും എല്ലാം ഞങ്ങൾ വരുന്നതായിരിക്കും. അപ്പോൾ അതിനെല്ലാം വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ എന്ത് ചെയ്യുക? ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അടിച്ചിടാം, മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക, കൂട്ടുകാരോടൊക്കെ പറയാം. ഓക്കെ, എല്ലാ സബ്ജക്റ്റിൻ്റെ അടിപൊളി ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. താങ്ക് യു, ബൈ, സീ യു.